എളുപ്പത്തിലൊരു ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട്. ഞാൻ നീളത്തിലുള്ള അരിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് കുറച്ച് വെള്ളം എടുത്തു. അതിലേക്ക് പട്ട, 1 ടീസ്പൂൺ സാജീരകം, 1 ടേബിൾ സ്പൂൺ ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം. നമുക്ക് ചിക്കൻ ഇനി മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് നാരങ്ങാനീര്, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വെള്ളം തിളച്ചോ നോക്കാം. തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് തിളച്ച് വെന്ത് വരട്ടെ. നമുക്കൊന്ന് ഇളക്കി അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കാം. ഒരു 80% വെന്താൽ മതി. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഈ സമയം നമുക്ക് ചിക്കൻ്റെ കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു. ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പെരിഞ്ജീരകം, 1 ടീസ്പൂൺ സാജീരകവും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഞാൻ 1/2 കിലോ സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്തൊന്ന് വഴറ്റാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് 5-6 പച്ചമുളക്, ഇത്രയും കൂടെ അരച്ചതും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റാം. ഇപ്പോൾ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി 2 ടൊമാറ്റോ മിക്സിയിൽ അരച്ചെടുത്തതാണ്. അതും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് കുറച്ച് നേരം വെന്ത് വരട്ടെ. ഈ സമയം നമ്മുടെ അരി എന്തായെന്ന് നോക്കാം. അത് പകുതി വെന്തിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ ഒന്ന് കിടക്കട്ടെ അതിൽ. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കതിനെ ഒരു തവി കൊണ്ട് കോരി നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചോറെല്ലാം ചിക്കനിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളവും കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനൊരു നല്ലൊരു മണം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. കുറച്ച് കഞ്ഞിവെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് കുറച്ച് നേരം നമുക്ക് വേവിക്കാം. ഞാനൊരു ദോശയുടെ തവ വെച്ചിട്ടാണ് അതിൻ്റെ പുറത്താണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നമുക്കതിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വെന്ത് വരട്ടെ. ഇനി വെള്ളം വറ്റിയോ നോക്കാൻ വേണ്ടി നമുക്ക് തവിയുടെ മൂട് വെച്ച് ഒന്ന്
കുത്തി നോക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു പപ്പടവും ഒരു മുട്ടയും കൂടി വെച്ച് കൊടുക്കാം. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്